ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്ന് പോകാൻ പോകുന്നത് റാസൽ ഖൈമയിലുള്ള ഒരു കോട്ടയിലോട്ടാണ് പോകുന്നത്. ദുബായിൽ നിന്ന് വെറും ഒരു 1 hour ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ദായ ഫോർട്ട്സ് എന്നാണ്. റാസൽ ഖൈമയുടെയും UAEൻ്റെയും ചരിത്രത്തിൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്കുള്ള ഒരു പ്ലേസാണ് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ദുബായിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഇത് റാസൽ ഖൈമയിലെ വൺ ഓഫ് ദ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസസ് ആണ്. വേറൊരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സൺസെറ്റ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ദയ ഫോർട്ട്സിൻ്റെ മേലയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ റാസൽ ഖൈമ എത്തിയിട്ടുണ്ട്. റാസൽ ഖൈമയിൽ നമ്മൾ ഫോർട്ടിലേക്കുള്ള റൂട്ടിൽ കയറിയിട്ടുണ്ട്. നല്ല രസമാണ്. കുറച്ച് ഓഫായിട്ടുള്ള സ്പേസാണ്. ഇവിടുത്തെ സമയം എന്ന് വെച്ചാൽ വൈകുന്നേരം 7 മണി വരെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സമ്മർ അതിൻ്റെ പേരിൽ കുറച്ച് 4 മണി പോലൊക്കെ ആണ് നമ്മൾ അവിടെ ദുബായിൽ നിന്ന് ഇറങ്ങിയത്. സോ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സൺസെറ്റൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. المواطن والمقيم والسائح تعتبر المقتنيات الأثرية شواهد على حضارات الأمم والشعوب. لذلك عند عثورك على أي نوع من أنواع اللقى الأثرية في إمارة رأس الخيمة عليك التواصل مباشرة مع دائرة الآثار والإخوان. അങ്ങനെ നമ്മൾ പയ്യെ സ്റ്റെപ്സ് എല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. റാസൽ ഖൈമയിലെ ദയ്യാക്കോട്ട് എന്ന് പറയുന്നത് 1819 UAEയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു സുപ്രധാന യുദ്ധം നടന്ന പ്ലേസാണ്. അന്ന് ഖാസിം ഗോത്രം, ഇന്നത്തെ ഷാർജയിലെ അൽ ഖാസിമി ഗോത്രമില്ലേ, അവർ ഒരു കാലഘട്ടത്തിൽ ശക്തമായ സമുദ്രത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അവർക്ക്. അതായത് അവർ സീ ഫിയറിങ് ട്രൈബ്സ് ആയിരുന്നു അവർ. അങ്ങനെ അറബിക്കടലിലും ഒമാൻ കടലിലൊക്കെ ആയിട്ട് ഇവർ ഒരുപാട് വ്യാപാരങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ അവരുടെ കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കടൽ വഴികൾ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർക്കെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞു. ലൈക്ക് ഇവർ പൈററ്റ്സ് ആണ്, ഇവർ ബ്രിട്ടൻ്റെ ഷിപ്സൊക്കെ ഇവർ ആക്രമിക്കുന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരെന്ത് ചെയ്ത് ഇവർ കടൽ കള്ളന്മാരെന്ന് ആരോപിച്ചിട്ട് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അതായത് ഇതെല്ലാം ഒരു ഫേക്ക് അലിഗേഷൻസ് ആയിരുന്നു. ബ്രിട്ടീഷുകാർക്ക് അവർ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ പറയുന്ന അലിഗേഷൻസ് എല്ലാം വെച്ചത്. അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ 1819 ബ്രിട്ടീഷുകാർ 13,000 സൈനികരും 10-11 യുദ്ധക്കപ്പലൊക്കെ ആയിട്ട് റാസൽ ഖൈമയിലെത്തി ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഏറ്റവും അവസാനത്തെ പ്രതിരോധമായിരുന്നു ഈ ദയാക്കോട്ട. 100 കണക്കിന് പോരാളികളും സ്ത്രീകളും കുട്ടികളൊക്കെ ഇവിടെ അഭയം തേടി. ലാസ്റ്റ് അവസാനം എന്തിരുന്നാലും ബ്രിട്ടീഷ് സേന കോട്ട പിടിച്ചെടുത്ത് എന്നിട്ട് ഇവരുടെ ഈ കപ്പൽപ്പാടങ്ങളും അതുപോലെ തന്നെ ഈ നാവിക താവളങ്ങളെല്ലാം ഇവർ നശിപ്പിച്ച് കളയുകയും ചെയ്തു. അതിനുശേഷമാണ് മറ്റേ ഈ ജനറൽ മെറൈറ്റൈം ട്രീറ്റി ഒപ്പുവെച്ചിട്ട് ബ്രിട്ടീഷുകാരും ഈ പറയുന്ന UAEൻ്റെ പഴയ ഭരണാധികാരികളെല്ലാം കൂടെ ചേർത്ത് ക്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു സംരക്ഷണ പ്രദേശങ്ങൾ രൂപപ്പെട്ടത്. അതാണ് ഇന്നത്തെ UAEൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ. അപ്പം ഇതാണ് ഇവിടുത്തെ ചരിത്രം. അതായത് UAEൻ്റെ
ആകെ കൂടെ നിലനിൽക്കുന്ന ഒരേ ഒരു ഹിൽ ഫോർട്ടാണ് ഈ ദയ ഫോർട്ട്. طبعا مكان السقوط